ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ പുനാക്ക ഫോർട്രസ് കണ്ട ശേഷം പുനാക്ക സസ്പെൻഷൻ ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വില്ലേജ് ലൈഫ് എക്സ്പ്ലോറേഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വില്ലേജ് ലൈഫ് എങ്ങനെയെന്ന് നോക്കാം, സസ്പെൻഷൻ ബ്രിഡ്ജ് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യ ട്രക്സ് ആൻഡ് ട്രിപ്സ്, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത്തിരി നാക്കുളുക്കുന്ന പേരാണ്. അതുകൊണ്ട് ലക്ഷ്യ എന്ന് മാത്രം പറയുമ്പം വേണ്ട, ഫുൾ നെയിം പറയണം. അത് ലക്ഷ്യ ട്രക്സ് ആൻഡ് ട്രിപ്സ്. ഇല്ലേ, യാത്രികർ മന്ദം വന്നുകൊണ്ടിരിക്കുന്നു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജ് പുനാക്ക സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇതിൻ്റെ മറുവശത്ത് കാണുന്നത് ഒരു വില്ലേജാണ്. കണ്ടാ, വില്ലേജ്. ആ വില്ലേജിലേക്കുള്ള ഏക കൺവെയൻസ്, ആ ഗതാഗത മാർഗം എന്ന് പറയുന്നത് ഈ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇതുവഴി പോകാം. ഇതുവഴി പോയി കഴിയുമ്പോൾ ഈ സെൻറ്ററിലെത്തുമ്പം ചെറിയ കുലുക്കമുണ്ട്. ഈ സൈഡിലൊക്കെ പ്രൊട്ടക്ഷൻ വലിച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. എങ്കിലും ഈ സെൻറ്ററിലോട്ട് എത്തുമ്പോൾ ചെറിയ കുലുക്കമെല്ലാം വരുമ്പോൾ ആളുകൾക്ക് ചെറിയൊരു ഭയം ഇല്ലാതെ ഇല്ല. അപ്പോൾ ആര് കുലുക്കണല്ല സാറേ, അത് സ്വയം കുലുക്കണതാ. ഞാൻ എവിടെയും തൊഴിലും പോലുമില്ല. നമ്മൾ കുലുക്കണമെന്ന് ആളുകൾ വിചാരിക്കണ്, അവർ കുലുക്കണമെന്ന് ഞാൻ വിചാരിക്കണ്. ഇതൊന്നുമല്ല, ഇത് ഇവിടെ വരുമ്പോൾ കുലുങ്ങണതാ. അത് ശരി, എങ്ങനെയും കുലുക്കി ആ പാവങ്ങളെ തള്ളിയിടണം. അത് വളരെ പേടിച്ചാണ് അവരുടെ ആൾ വരുന്നത് ബാക്കിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലധികം നീളമുണ്ട്. ഇതിൻ്റെ നീളം എത്രയെന്ന് പിന്നെ പറയാം. ഒരു 300 മീറ്റർ വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത്രയും നീളമുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതിലൂടെയാണ് ജനങ്ങൾ വില്ലേജിലേക്ക് പോകുന്നത്. വില്ലേജിലേക്കുള്ള ഏക ആക്സസ് എന്ന് പറയുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പോൾ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ നമുക്ക് പോകാൻ കഴിയും. പിന്നെ ഇതിൽ താഴെ നോക്കിയാൽ 2 സൈഡിൽ പൈപ്പ് പോകുന്നത് കാണാം. അത് വില്ലേജിലേക്കുള്ള കുടിവെള്ള സപ്ലൈ ആണ്. അപ്പോൾ വില്ലേജിലേക്കുള്ള കുടിവെള്ള സപ്ലൈയും സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്. പുനാക്ക സസ്പെൻഷൻ ബ്രിഡ്ജ് അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമാണ്. ഈ വില്ലേജിലേക്കുള്ള ഏക ആക്സസ് എന്ന് പറയുന്നത് ഈ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇതുവഴി നടന്നു കഴിയുമ്പോൾ നമുക്ക് വില്ലേജിലേക്ക് പോകാം. അതിനകത്ത് സ്കൂളും ചായക്കടകളും ഒരു വില്ലേജിൽ വേണ്ടത് എന്താണോ അതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ ധൈര്യമായി നടന്നു വരുന്ന നമ്മുടെ ലക്ഷ്യയിലെ അംഗങ്ങളുണ്ട്. ധൈര്യമായിട്ട് വരികയാണോ പേടിച്ച് വരികയാണോ എന്നറിയാൻ വയ്യ. എന്തായാലും അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എഗൻസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് നേരെ കിട്ടൂല. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പം അറിയാം അവരെത്രത്തോളം ധൈര്യമാണ് കാണിക്കുന്നതെന്ന്. അങ്ങനെ സസ്പെൻഷൻ ബ്രിഡ്ജ് പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ഗൈഡും 2 ധീരന്മാരായിട്ടുള്ള യാത്രികരും ഗൈഡും ആദ്യം തന്നെ ഇവിടെ എത്തി. നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത്ര ധൈര്യമായി ഇവിടെ എത്താൻ
എങ്ങനെ കഴിഞ്ഞു? ഇതെന്താ ഒന്നുമില്ല, ചുമ്മാ നടക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ആളുകൾ ഈ പേടിക്കുന്നതിലൊക്കെ വല്ലതും ഉണ്ടോ ചാക്കോ സാറേ? മനക്കെട്ടി അവരെ ഞാൻ കുളിക്കൊണ്ടാവുന്നത്, അപ്പൊ പേടിച്ചവര്. എന്നെ സാറേ വിളിക്കാൻ തെറിയൊന്നുമില്ല, താൻ എന്തിനോ കുളിക്കണ? ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു സാറേ ഞാൻ പേടിച്ച്, നിങ്ങളല്ലേ കുളിക്കണ? താൻ കുലിക്കിയില്ലേ? എന്നോട് ചോദിച്ചു തോമസ് സാറ്, കുലിക്കില്ലെങ്കിൽ ഇനി താനൊന്ന് കുലിക്കാൻ, അത് ബാക്കിയുള്ള സ്ത്രീജനങ്ങൾ പേടിക്കട്ടെ എന്ന് വെച്ചിട്ട് തമാശകളാ. അപ്പോൾ അവരെന്തായാലും വരുന്നുണ്ട് ധീരമായിട്ടാണോ പേടിച്ചാണോ എന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അറിയാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്ന് എടുത്ത് കാണിക്കാം. പക്ഷേ എന്തായാലും ഈ വരുന്നവർ ധൈര്യമുള്ളവരാണ്. കാരണം അത്രയും ഇല്ലാത്തവർ കുറേ പേര് വരുന്നില്ല. ഇല്ല അയ്യോ, അവര് അവിടെ ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ആൾക്കാരുണ്ട്. അവർ പക്ഷേ ധൈര്യമില്ലെന്നല്ല പറയുന്നത്, ഞങ്ങൾക്ക് ഇത്തിരി ആലോചിക്കാനുണ്ട്, വേറെ കാര്യമുണ്ട്. പല പല കാരണങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് ഊഹിക്കാം. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി, അതാണ് സംഗതി. അതാണ്. അപ്പോൾ വേറൊരു സാറേ ഇങ്ങോട്ടുള്ള അതാ നോക്കൂ, ശോഭാ മാഡം ഏറ്റവും വിജയശ്രീ ലാളിതയായി. ഒന്നുമില്ല മാഡം. ഞാൻ ചോദിക്കട്ടെ, കുറേ പേര് ഇത് പേടിയെന്നും പറഞ്ഞ് പിന്മാറി. എങ്ങനെയാണ് ഇത്ര ധൈര്യത്തിൽ പിന്നെ മാഡത്തിന് ഇവിടെ വരാൻ? മാഡം എന്ന് വിളിക്കുന്നില്ല, ചേച്ചി. പേടിയുണ്ട് ശോഭജി. നമുക്കിത് ഒരു ആവശ്യം വന്നു കഴിയുമ്പം അല്ലേ? അതാണ് ഇവിടെ എത്താൻ കാരണം. ശോഭാജി, അതാണ്. ഞാൻ എപ്പോഴും ഓർക്കാതെ മാഡം എന്നൊക്കെ ആയിപ്പോവും. അങ്ങനെ വിളിക്കരുത്, എനിക്കറിയാം. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഓക്കെ, ഇനിയും ധൈര്യമായി വരുന്ന ആളുകളുണ്ട്. തോമസ് സാറ്. സാർ ഇങ്ങനെ വന്നു. എന്തുകൊണ്ട് ഇത്ര ധൈര്യത്തിലെത്തി? സാർ ഇടയ്ക്കൊന്ന് കുളിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? കുളിക്കാൻ അല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. അടുത്ത ആള് അശ്വതി ജി, അഞ്ജലി ജി, എല്ലാം വിജയശ്രീ ലാളിതരാണ് വരുന്നത്. ഇത് നമ്മളെ ഗൈഡ് തന്നെയാണ്, എൽ ടി. ഏറ്റവും പ്രായമില്ല, പക്ഷേ ചേച്ചിയാണ്. സല്യൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അതിന് പുറകെ ആൾക്കാർ. മാഹിൻ, അത് ഒക്കെ സുഹൃത്തുക്കൾ തന്നെ, പക്ഷേ നമ്മളെ ടീമിലുള്ളതല്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഹലോ, നമസ്കാരം. അപ്പോൾ സുഹൃത്തുക്കളെ, പുനാക്ക സസ്പെൻഷൻ ബ്രിഡ്ജ് കഴിഞ്ഞ് വന്നത് ഒരു വില്ലേജിലേക്കാണ്. വളരെ മനോഹരമായ ഒരു വില്ലേജ്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ചായ കുടിച്ചു. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വോയിസ് ക്ലാരിറ്റി വരുമോ എന്നറിയാൻ വയ്യ. നല്ല കാറ്റാണ്. അന്തരീക്ഷം നല്ല സുഖശീതളമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ വില്ലേജിൻ്റെ പേര് മെൻറ്റഗാങ് എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വില്ലേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കധികം സമയമില്ല. അല്ലെങ്കിൽ ഇതിലേ ഇറങ്ങി കുറച്ച് നടന്നിട്ട് വരാം. ഞാൻ സാറേ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം കേട്ടാ. വണ്ടി വിട്ടുകളയരുതെന്ന് പറയണം. തോമസ് സാറേ, വില്ലേജ് ലൈഫ് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ മോശം. ഇല്ല. അപ്പോൾ മെൻറ്റഗാങ് വില്ലേജ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഇവിടെ ഉരുളം കല്ലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. ഇതിപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ആക്കാം. അത് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ പണിയാവും. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനിടയിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഓക്കെ. ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ പുനാക്ക സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഏകദേശം മധ്യഭാഗം നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഉള്ള കാഴ്ചയാണ് കാണുന്നത്. മനോഹരമായ കാഴ്ച.
പോച്ചു നദിയുടെ കുറുകെ ആണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജുള്ളത്. അപ്പോൾ മെൻഡഗാങ് വില്ലേജിലേക്കുള്ള ഏക ആക്സസ് എന്ന് പറയുന്നത് ഈ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. മെൻഡഗാങ് വില്ലേജാണ് ആ കാണുന്നത്. അവിടേക്കാണ് നിങ്ങൾ പോയിട്ട് വന്നത്. ഓക്കെ.